അന്വേഷണം ശരിയായ ദിശയിലല്ല മുൻപോട്ട് പോകുന്നത്. കോടതി നിർദ്ദേശപ്രകാരം ഒരു ടീമിനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ആ ടീമിന്റെ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ സഹായം ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിലെ ഉന്നതന്മാരെല്ലാവരും ഇപ്പോൾ അതേ സ്ഥാനത്തിരിക്കുകയാണ്. 2019 ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പത്മകുമാറിനെയും വിജയകുമാറിനെയും KP ശങ്കരദാസിനെയും പ്രതികളാക്കിയത് അവർ ദ്വാരപാലകരെ സ്വർണ്ണപ്പാളി സന്നിധാനത്തിന് പുറത്തു കൊണ്ടുപോയി എന്ന കൂട്ടത്തിലാണ്. എന്നാൽ അതിനേക്കാൾ ഗുരുതരമായ കുറ്റമാണ് 2025 ആരും അറിയാതെ 2019 പ്രതികൾ അതേ പ്രതികൾക്ക് 2025 ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് സ്വർണ്ണപാളികളും അതുപോലുള്ള കട്ടിളയും കഥകിന്റെ പാളികളും ഒക്കെ കൊടുത്ത് പുറത്തു വിട്ടു എന്ന് മാത്രമല്ല, ഈ ഭരണസമിതിയുടെ കാലത്ത് നടന്ന നിരവധിയായിട്ടുള്ള ആചാര ലംഘനങ്ങളും നിയമവിരുദ്ധ പ്രവർത്തികളുമുണ്ട്. അപ്പൊ എവിടെ ക്ലീനായി ഒഴിവാക്കിയിട്ട് 2019 ദേവസ്വം ബോർഡ് ഭരണാധികാരികളെ മാത്രമാണ് ഈ കേസിൽ പ്രതികളാക്കിയത്. അതൊരു ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അതൊരു വിചിത്രമായ കാര്യമാണ്. ഇതെങ്ങനെയാണ് ന്യായീകരിക്കുക ചെയ്യുക? 2019 ചെയ്ത അതേ കുറ്റമല്ലേ 2025 ചെയ്തത്. അപ്പൊ ഇതിനകത്ത് ഈ അന്വേഷണം നീരിൽ പോയാൽ ശരിയാവുകയില്ല എന്ന് മാത്രമല്ല, ഈ കേസിലെ ഏറ്റവും കൂടുതൽ രഹസ്യങ്ങൾ അറിയുന്ന ആളാണ് ഉണ്ണികൃഷ്ണൻ പോയി. അയാളിപ്പോ എവിടെയുണ്ട്? അയാളെ ചോദ്യം ചെയ്തു, ഒരിക്കൽ വിളിച്ച് ചോദ്യം ചെയ്തു. അതിനുശേഷം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇയാളെ ഫോളോ ചെയ്യുന്നുണ്ടോ, ഇയാൾ സുരക്ഷിതനാണോ, ഇയാൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുന്നുണ്ടോ, എല്ലാ തെളിവുകളും ഒരു വ്യക്തിയുടെ കയ്യിൽ മാത്രമുള്ളപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അയാളെ ഫോളോ ചെയ്ത് അയാളുടെ നീക്കങ്ങൾ പരിശോധിച്ച് അയാൾക്ക് മറ്റു അപകടം ഉണ്ടാകും. ഇതിലെ പ്രതികൾ വലിയ വമ്പന്മാരാകാനാണ് സാധ്യത. കാരണം സ്വർണ്ണപ്പാളി 10-30 കിലോ സ്വർണ്ണമൊക്കെ ഒരുമിച്ച് വാങ്ങിക്കൊണ്ട് പോകണമെങ്കിൽ ശതകോടീശ്വരന്മാർ ഇതിൽ രംഗത്ത് വരണം. അപ്പൊ ഇതിൽ ആരെല്ലാമാണ് പ്രതികൾ? എത്ര ഉന്നതന്മാർ, സർക്കാരിലെ ഉന്നതന്മാർ, കടകംപള്ളി സുരേന്ദ്രനും N. വാസവനും അടക്കമുള്ള വലിയ ഉന്നതന്മാർക്കറിയാവുന്നതിന്റെ ഉൾപ്പെടുക. അപ്പൊ അവരുടെ എല്ലാം ഇടപാടുകളും പങ്കാളിത്തവും പുറത്തു പറയേണ്ട ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പൊ ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തതും അയാളെ ഇതുവരെ ചോദ്യം ചെയ്യാത്തതും അല്ലെങ്കിൽ അയാളെ നിയമപരിധിക്ക് മുമ്പിൽ കൊണ്ടുവന്ന് അയാളെ കൈകാര്യം ചെയ്യേണ്ടതുമായിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ നിന്നും സർക്കാരും അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ബോധപൂർവം വിട്ടുനിൽക്കുകയാണ്. ഇത് ഈ കേസിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന കാര്യത്തിൽ പല സംശയങ്ങളും ഉയർത്തിക്കൊണ്ട് വരികയാണ്. ഇപ്പൊ ആറന്മുള ക്ഷേത്രത്തിലെ ആചാര ലംഘനം, ദേവസ്വം മന്ത്രി എന്ന് പറയുന്ന GN വാസവന് ആചാരങ്ങളോട് അല്പമെങ്കിലും ആദരവുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ആറന്മുള ക്ഷേത്രത്തിൽ പോയി തിരക്ക് കൂട്ടി ആറന്മുളയിലെ വള്ളസദ്യക്ക് അത് ഏറ്റവും പവിത്രമായ ഒരു കാര്യം, ഏറ്റവും വിശിഷ്ടമായ ഒരു ദിവസം അത് നടത്തിയിരിക്കുകയാണ്, ആചാര ലംഘനം നടത്തിയിരിക്കുകയാണ്. ഭഗവാൻ സദ്യ വിളമ്പുന്നതിന് മുമ്പായിട്ട് മന്ത്രിക്ക് വിളമ്പിക്കൊണ്ടിരിക്കുന്നു. മന്ത്രിയോടൊപ്പം എത്തിയ പരിവാരങ്ങൾ, BJP നേതാക്കന്മാർ ഉൾപ്പെടെ ഉള്ളവർ ഒരുമിച്ചിരുന്ന് സദ്യ കഴിച്ച് എന്താ കാരണം? ഇത് 2 പ്രശ്നമുണ്ട്. ഒന്ന്, തന്ത്രി പറഞ്ഞ പ്രകാരം ആചാരങ്ങളുടെ നഗ്നമായ ലംഘനം. ആചാരങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ക്ഷേത്രത്തിന്റെ ഐശ്വര്യത്തിന് വ്യാധി സംഭവിക്കും, കോട്ടം സംഭവിക്കും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ആചാരം ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിനു ശേഷം ഞങ്ങൾ ആചാരങ്ങളോട് ഞങ്ങൾക്ക് ബഹുമാനമാണുള്ളത്, ആദരവുണ്ട്, ഞങ്ങളെങ്കിലും കോൺഗ്രസ് പറയുന്ന പോലെ ഞങ്ങളൊന്നും ശബരിമല ആചാരത്തെ തള്ളിപ്പറയുന്നവരല്ല എന്ന് പറഞ്ഞ CPM പാർട്ടി നേതൃത്വത്തിന്റെ ഇരട്ട മുഖമാണ് ആറന്മുളയെ കണ്ടത്. ഇവർക്ക് ആചാരങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല. അത് ലംഘിച്ചു. ക്ഷേത്രത്തിൽ അകത്തിരിക്കുന്നത് ദൈവമാണെന്നോ അല്ലെങ്കിൽ അതൊരു വിശിഷ്ടമായ ഒരു പ്രതിഷ്ഠയാണെന്നോ ഉള്ള സങ്കല്പമോ ധാരണയോ വിശ്വാസമോ ഇല്ലാത്ത ചില ആൾക്കാരുടെ വേഷം കെട്ടതാണ് ഈ നടക്കുന്നതെല്ലാം. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ അധികം ഗുരുതരമായ ഒരു പ്രശ്നമാണ്. വലിയ ശബരിമല ഇത് മാത്രമല്ല, ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.